സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യപടിയായ എന്യൂമറേഷൻ വിവരശേഖരണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ SIR നടപടികൾ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും വോട്ടർമാർ എന്യൂമറേഷൻ ഫോമുകൾ എത്രയും വേഗം തിരിച്ചേൽപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൂരിപ്പിച്ച SIR ഫോമുകൾ തിരികെ വാങ്ങാൻ BLOമാർ വന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് ഏറെ നാളായി വോട്ടർമാർ സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള വിശദീകരണം കൂടി കളക്ടർമാർ ഇത്തവണ നൽകിയിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം കൈപ്പറ്റിയിട്ടുള്ള വോട്ടർമാർ അത് പൂരിപ്പിച്ച് അടുത്തുള്ള വില്ലേജ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിലോ BLOമാരെയോ ഏൽപ്പിക്കണമെന്നാണ് ജില്ലാ കളക്ടർമാരുടെ ഉത്തരവ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ SIRമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും BLAമാരും BLOമാരും മരിച്ചവരുടെയും താമസം മാറിയവരുടെയും സ്ഥലത്തില്ലാത്ത ആളുകളുടെയും പേരുകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കണമെന്നും കളക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ കേരളത്തിലെ SIR നടപടികളുടെ സമയക്രമം 2 ദിവസത്തേക്ക് കൂടി നീട്ടാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും നൽകി. ക്രിസ്മസ് അവധിയെല്ലാം പരിഗണിച്ച് 2 ആഴ്ചത്തേക്ക് നീട്ടണം എന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കോടതി നിർദ്ദേശപ്രകാരം എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങുന്നതിനുള്ള സമയം 18 വരെ നീട്ടിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഈ മാസം 18 വരെ കാത്തിരിക്കണം എന്നുമായിരുന്നു കമ്മീഷന്റെ വാദം. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതിയായ ഡിസംബർ 18-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുമുണ്ട്. SIRമായി എല്ലാ സംസ്ഥാനങ്ങളും സഹകരിക്കണമെന്നും BLOമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനിടെ SIR ഫോമിൽ തെറ്റായ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകിയാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേസ് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ റാംപൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. റാംപൂരിലെ നൂർജഹാൻ എന്ന സ്ത്രീക്കും അവരുടെ മക്കളായ ആമിർ ഖാൻ, ദാനിഷ് ഖാൻ എന്നിവർക്കുമെതിരെയാണ് കേസ്. വർഷങ്ങളായി ദുബായിലും കുവൈറ്റിലുമായി കഴിയുന്ന 2 ആൺമക്കളുടെ പേര് നൂർജഹാനാണ് എന്യൂമറേഷൻ ഫോമിൽ എഴുതി നൽകിയത്. മക്കൾ സ്ഥലത്തില്ല എന്ന കാര്യം മറച്ചുവെച്ച മാതാവ് അവരുടെ ഒപ്പുകൾ വ്യാജമായി ഇടുകയും ചെയ്തുവെന്നാണ് ആരോപണം. വോട്ടർ വിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുമ്പോഴാണ് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് AK ദ്വിവേദി പറഞ്ഞു. തുടർന്ന് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം BNS 237 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർ FIR ഫയൽ ചെയ്യുകയായിരുന്നു. 2 സ്ഥലങ്ങളിൽ നിന്ന് ഒരേ വ്യക്തി അബദ്ധത്തിൽ 2 ഫോമുകൾ സമർപ്പിച്ചാൽ അത് ബന്ധപ്പെട്ട BLOയെ സമീപിച്ച് ഉടൻ തിരുത്താനുള്ള അവസരവുമുണ്ട്. എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നതു മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിയമ നടപടിക്ക് കാരണമാകുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇത് ഉത്തർപ്രദേശിന്റെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഇങ്ങനത്തെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ. കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നതും ഇനി കണ്ടറിയേണ്ടതാണ്. കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്തും സുപ്രീം കോടതി നിർദ്ദേശം പരിഗണിച്ചും ഡിസംബർ 18 വരെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകാൻ സമയപരിധി നൽകിയിട്ടുണ്ട്. ഡിസംബർ 21-ന് കരട് വോട്ടർ പട്ടികയും ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. 18-നകം ഫോമുകൾ ശേഖരിച്ച് ഡിജിറ്റൈസ് ചെയ്താൽ മതി എന്ന സാവകാശം BLOമാർക്കും കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഫോം പൂരിപ്പിച്ചു നൽകാൻ സാധിക്കാത്തവർക്കും ഫോം ലഭിച്ചിട്ടില്ലാത്തവർക്കും ഇതും ലാസ്റ്റ് അവസരമാണ്. പലർക്കും ബൂത്ത് നമ്പർ, എപ്പിക് നമ്പർ, പാർട്ട് നമ്പർ, ബൂത്തിന്റെ പേര് എന്നിവ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പരാതി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനി കണ്ടെത്തൽ അനായാസം സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ഇതിനായി വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജമാക്കിയിട്ടുണ്ട്. ഡിസംബർ 18-നകം ഫോം പൂരിപ്പിച്ചു നൽകാത്ത ആരും കരട് പട്ടികയിൽ ഉൾപ്പെടില്ല. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ വീണ്ടും ഫോം 6 പൂരിപ്പിച്ചു നൽകി രേഖകളുമായി ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും. അതും നഷ്ടമായാൽ വോട്ടവകാശം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. SIR ഫോം ഇതുവരെ കിട്ടാത്തവർ BLOമാരെ ബന്ധപ്പെടണം. BLOമാരെ ബന്ധപ്പെടാനുള്ള നമ്പർ ലഭിക്കാൻ www.ceo.kerala.gov.in/voter സെർച്ച് ഈ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ
electoralsearch.eci.gov.in എന്ന ലിങ്ക് വഴിയോ സെർച്ച് ചെയ്ത് നമ്പർ ശേഖരിച്ച് BLOമാരെ വിളിച്ച് എന്യൂമറേഷൻ ഫോം കൈപ്പറ്റുകയോ അതല്ലെങ്കിൽ ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുകയോ വേണം. ഇതുവരെ SIR ഫോം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നേരത്തെയും വീഡിയോകൾ ചെയ്തതാണ്. ഓൺലൈനായി ഇത് എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്ന് നേരത്തെയുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചതാണ്. ഇനിയും ഫിൽ ചെയ്യാത്തവർക്കായി ആ വീഡിയോ ഒന്നുകൂടി ഞങ്ങൾ കാണിക്കുകയാണ്. ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ വോട്ടർ ID-യിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണോ എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി അഥവാ മൊബൈൽ നമ്പർ വോട്ടർ ID-യുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫോം 8 ഉപയോഗിച്ച് വോട്ടർ ID-യും മൊബൈൽ നമ്പരും ബന്ധിപ്പിക്കണം. voters.eci.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ഫോം 8 ടു ഗെറ്റ് എപിക് വിത്ത് അപ്ഡേറ്റർ ഓർ റീപ്ലേസ്മെന്റ് ഓർ മാർക്കിംഗ് ഓഫ് PWD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏത് വോട്ടർ ID-യുമായാണോ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ആ ID തിരഞ്ഞെടുത്ത് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടറൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക്ക് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ അത് പൂർത്തിയാകും. ഫോമുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കൂ. എപിക് 2025-ലുള്ള പേരും ആധാർ ഉപയോഗിക്കുന്ന സൈൻ ടൂളിലെ പേരും കൃത്യമായി ഒരുപോലെ ആയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ BLOമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത്. ഓൺലൈനായും അല്ലെങ്കിലും ഫോട്ടോ പതിക്കൽ നിർബന്ധമല്ല. ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം പുതിയത് പതിച്ചാൽ മതി. പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ വളരെ ലളിതമായി ആർക്കും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാനുമാകും. ഇതിനായി voters.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് കയറണം. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലോഗിൻ ചെയ്യാൻ മൊബൈൽ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്താൽ എന്യൂമറേഷൻ ഫിൽ എന്ന പേജിലേക്ക് കയറാൻ സാധിക്കും. ഇനി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വോട്ടറാണ് എങ്കിൽ ഫിൽ എന്യൂമറേഷൻ എന്ന ലിങ്കിൽ കയറി ലോഗിൻ പേജിലേക്ക് എത്തുമ്പോൾ തന്നെ അതേ പേജിൽ ലോഗിൻ എന്നതിനൊപ്പം സൈനപ്പ് എന്ന മറ്റൊരു ഓപ്ഷനും ലഭിക്കും. പുതിയ ഉപയോക്താക്കൾ സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID-യും അത്യാവശ്യമാണ്. സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുന്നതോടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID-യും ഒപ്പം ക്യാപ്ചയും നൽകാൻ ആവശ്യപ്പെടും. ക്യാപ്ച എന്താണ് എന്ന് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള ഈ അക്കമോ ലെറ്റേഴ്സോ നിങ്ങൾ അതേപടി പകർത്തി എഴുതേണ്ടതാണ്. ഇതാണ് ക്യാപ്ച. ഇവ നൽകുന്നതോടെ പേര് നൽകി OTP റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഈ OTP കൂടി നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിലേക്ക് തന്നെ മടങ്ങിയെത്തിയ ശേഷം ഇവിടെ മൊബൈൽ നമ്പരും OTPയും നൽകി ലോഗിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനും എപിക് നമ്പർ ആവശ്യപ്പെടുന്ന ഒരു ബോക്സും ദൃശ്യമാകും. ഈ ബോക്സിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് അതായത് എപിക് നമ്പർ നൽകി ഫോം സെർച്ച് ചെയ്യണം. ഈ സമയം തന്നെ നിങ്ങളുടെ ഫോമിന്റെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കപ്പെടും. ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ മൊബൈൽ നമ്പർ സഹിതം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിനർത്ഥം. ഇനി അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല. പകരം പുതിയൊരു ഹോം പേജ് തുറന്നു വന്നേക്കാം. അപ്പോൾ BLOയുമായി നിങ്ങൾ വീണ്ടും ബന്ധപ്പെടുക. ഇതോടൊപ്പം തന്നെ എന്താണ് ഫോം 6, എന്താണ് ഫോം 6A, പ്രവാസികൾ എന്ത് ചെയ്യണം എന്നീ കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും മുകളിൽ മണ്ഡലത്തിൻ്റെ പേരും നമ്പരുമാണ്. വോട്ടറുടെ പേര് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും പേരെഴുതണം. കാരണം ഒരു ഭാഷയിൽ മാത്രം പേരെഴുതിയാൽ സിസ്റ്റം ഈ പേര് തർജ്ജമ ചെയ്യുകയും അത് അക്ഷരത്തെറ്റിന് ഇടയാക്കുകയും ചെയ്യും. 2 പേരുണ്ട് എങ്കിൽ അതും രേഖപ്പെടുത്തണം. അഥവാ രണ്ടാമതൊരു പേര് കൂടി ഉണ്ടെങ്കിൽ അത്. തുടർന്ന് ജനനത്തീയതി രേഖപ്പെടുത്താം. ജനനത്തീയതി രേഖപ്പെടുത്തുമ്പോൾ 18 വയസ്സ് പൂർത്തിയായ മാസവും വർഷവും കൂടി രേഖപ്പെടുത്തണം. ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം. ജനന സർട്ടിഫിക്കറ്റ്, SSLC മാർക്ക് ലിസ്റ്റ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മതി. ബന്ധുവിൻ്റെ പേര് രേഖപ്പെടുത്തുന്ന സമയം വിവാഹിതയായ സ്ത്രീയാണ് എങ്കിൽ ഭർത്താവിൻ്റെ പേരാണ് എഴുതേണ്ടത്. നിലവിലെ താമസ സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി ചേർക്കുന്നതോടെ ഫോം
6 പൂരിപ്പിക്കൽ പൂർത്തിയായി. ഇനി പ്രവാസി വോട്ടർമാർക്ക് അവരുടെ വോട്ട് ചേർക്കുന്നതിനാണ് ഫോം 6A തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ അതാത് അസംബ്ലി മണ്ഡലത്തിലെ EROക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏത് സംസ്ഥാനത്തെ ഏത് ജില്ലയിലെ ഏത് മണ്ഡലത്തിലെ EROക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നത് വ്യക്തമായി എഴുതണം. അതിന് താഴെ മുൻകൂട്ടി പ്രിന്റ് ചെയ്ത ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ടാകുക മേൽപ്പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പ്രവാസിയായ തൻ്റെ പേര് ഉൾപ്പെടുത്തണമെന്നാണ്. ഇനി വിവരങ്ങൾ നൽകലാണ് അടുത്ത ഘട്ടം. ഫോമിന്റെ A ഭാഗമായ ഇവിടെ പേര് പൂർണ്ണമായും എഴുതുക. അഥവാ പേര് 2 പേരുണ്ടെങ്കിൽ അത് തരംതിരിച്ചെഴുതണം. ജനന തീയതി, വർഷവും മാസവും ദിവസവും സഹിതം കൃത്യമായി എഴുതിയ ശേഷം ലിംഗം എഴുതണം. ജന്മസ്ഥലം, സംസ്ഥാനം, ജില്ല, ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എന്നിങ്ങനെ തരംതിരിച്ചെഴുതണം. അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീയെങ്കിൽ ഭർത്താവിൻ്റെയോ പേര് പൂർണ്ണമായും എഴുതണം. ഇനി വേണ്ടത് വിലാസമാണ്. ഇന്ത്യയിൽ നിലവിലുള്ള വിലാസം, വീട്ടു നമ്പർ, പ്രദേശം, ഗ്രാമം, പട്ടണം, പോസ്റ്റ് ഓഫീസ്, പിൻ നമ്പർ, താലൂക്ക്, ജില്ല എന്നിവ പൂർണ്ണമായും നൽകേണ്ടതുണ്ട്. തുടർന്ന് പാസ്പോർട്ട് വിശദാംശങ്ങളും ഇതിൽ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലം, തീയതി, കാലാവധി, തീയതി എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തി വിസ വിവരങ്ങളും, അതായത് വിസ നമ്പർ, ഏത് തരം വിസയാണ്, വിസ അടിച്ച തീയതി, കാലാവധി, ഏത് രാജ്യമാണ് വിസ അനുവദിച്ചത് എന്നിവയും പൂരിപ്പിച്ച് നൽകണം. ശേഷം എന്ത് കാരണത്താലാണ് ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നും എപ്പോൾ മുതലാണ് നാട്ടിൽ നിന്ന് പോയത് എന്നും രേഖപ്പെടുത്തി നിലവിലെ രാജ്യത്തെ താമസ സ്ഥലത്തെ വിലാസവും ഔദ്യോഗിക വിലാസവും രേഖപ്പെടുത്തി പ്രതിജ്ഞ ഒപ്പിടുന്നതോടെ ഈ പ്രക്രിയ പൂർത്തിയാകും.